ഹലോ. അപ്പോൾ ഈ നാട്ടിൻപുറത്തെ ചായക്കടയിലൊക്കെ രാവിലെ കഴിക്കാനായിട്ടൊക്കെ ഉപ്പുമാവ് ഉണ്ടാവും. അപ്പോൾ എൻ്റെ കെട്ടിയവൻ പറഞ്ഞു, എടി നമ്മുടെ ചായക്കടയിലും ഉപ്പുമാവ് കൊടുത്തു നോക്ക്, ആരെങ്കിലുമൊക്കെ മേടിക്കുമോ നോക്കാമെന്ന്. കാരണം പുള്ളിക്കാരൻ പറഞ്ഞതനുസരിച്ചാണ് ഞാൻ ഗോതമ്പുട്ടും ചെമ്പാപ്പൂട്ടും പിന്നെ ഏത്തപ്പഴം പുഴുങ്ങിയത്, ചെറുപയർ കറി, മുട്ട പുഴുങ്ങിയതൊക്കെ നമ്മുടെ കടയിൽ ഉണ്ടാക്കാൻ തുടങ്ങി. അത് ഇപ്പോഴും എല്ലാവരും കഴിച്ചും പോകുന്നുണ്ട്, എല്ലാവർക്കും ഒരുപാട് ഇഷ്ടവുമാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ പുള്ളി പറഞ്ഞത് വേണ്ടെന്നൊക്കെ ഉണ്ടാന്ന് ചോദിച്ചാൽ ഞാൻ കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് നോക്കിയിട്ട്. അപ്പോൾ ഇന്നലെയാണ് ഈ ഒരു ഉപ്പുമാവ് ഉണ്ടാക്കിയത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്ത് ചെയ്ത്, കൂടുതൽ ഉണ്ടാക്കി പോലെ വേസ്റ്റ് ആകണ്ടല്ലോ എന്ന് ഓർത്ത് 3 ഗ്ലാസ് റവയിലാണ് ഈ ഒരു ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. അങ്ങനെ റവ അളന്നെടുത്തിട്ട് നമ്മുടെ ചൂടായ ഉരുളിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വറുത്തെടുക്കണുണ്ടോ. വറുത്ത റവ തന്നെയാണ് ഞാൻ വാങ്ങിച്ചത്. പക്ഷേ ചിലപ്പോഴൊക്കെ നമുക്ക് വറുത്ത റവ എന്ന് പറഞ്ഞ പാക്കറ്റിൽ കിട്ടണതേ വറുക്കാത്ത റവയും കിട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് വറുത്തും കൂടി എടുക്കണേ. അപ്പോൾ അതേ നമ്മുടെ റവ നന്നായിട്ടൊന്ന് വറുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനിതൊന്നൊരു പാത്രത്തിലിട്ട് മാറ്റിയിട്ട് ഇപ്പോൾ വരട്ടെ. അപ്പോൾ ഇക്കളെല്ലാവരും ഇപ്പോഴേ നമ്മുടെ ഉരുളി ഇവിടെ കാലിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഓയിലിൻ്റെ ഒപ്പം തന്നെ ഞാൻ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. നെയ്യ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നെയ്യ് മാത്രം ഒഴിച്ച് ചെയ്യണ്ട കേട്ടോ, ഓയിലും കൂടി ഒഴിക്കാൻ നന്നായിരിക്കും. പിന്നെ നെയ്യ് ഇല്ലാന്നും പറഞ്ഞിട്ടും ഈ ഒരു ഉപ്പുമാവ് ഉണ്ടാക്കാണ്ടിരിക്കേണ്ട, എങ്ങനെ ഉണ്ടാക്കിയാലും ടേസ്റ്റ് ആണോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷ്നട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാഷ്നട്ടൊക്കെ മൊരിഞ്ഞ് വന്നപ്പോഴേക്കേ കുറച്ച് കിസ്മിസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ വിചാരിക്കും കടയിൽ കാഷ്നട്ടും കിസ്മിസൊക്കെ ഇട്ടിട്ടാണ് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. വേറെ നല്ല കേട്ടോ, നമ്മുടെ കിട്ടിയാൻ പറഞ്ഞേ നമ്മൾ വീട്ടിൽ എങ്ങനെയാണോ ഭക്ഷണം ഉണ്ടാക്കണം അതേപോലെ തന്നെ കടയിൽ ഉണ്ടാക്കിയാൽ മതി എന്ന് പറയും. ഒരു കളറോ മറ്റു മായങ്ങളോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ടേസ്റ്റിനായിട്ടെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതേ രൂപത്തിൽ തന്നെയാണ് നമ്മൾ കടയിൽ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ കാഷ്നട്ടും കിസ്മിസും വറുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നപ്പോഴേക്കും ഉഴുന്ന് പരിപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും പൊട്ടി വന്നപ്പോഴേക്കും ഞാൻ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3-4 പച്ചമുളകില്ലേ വട്ടത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാമേ. അപ്പോൾ ഇത് രണ്ടും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിന് ശേഷം നമ്മളിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. ചില സ്ഥലത്തൊക്കെ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് കടുക് പൊട്ടിയതിന് ശേഷം സവാളയും ഇഞ്ചിയും പച്ചമുളകും കൂടി ഒന്നിച്ചിട്ടിട്ട് അങ്ങോട്ട് വഴറ്റിയെടുക്കല പതിവ്. പക്ഷേ അങ്ങനെ ഉണ്ടാക്കണ ടേസ്റ്റ് ഇതേ രൂപത്തിൽ ഉണ്ടാക്കണേണ്ട. ഇനി ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ക്യാരറ്റും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 3-4 വറ്റൽമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോഴാണ് ഓർത്തത് പ്രധാനപ്പെട്ട ഒരു സാധനം ഇതിൽ ചേർത്തില്ല, വേറെ നല്ല കറിവേപ്പില ചേർത്താലേ നല്ല ഉഷാറാവുള്ളൂ ഉപ്പുമാവ്. അങ്ങനെ അതും കൂടി ചേർത്ത് കൊടുത്ത് ഇനി നമുക്ക് ഇതിൽ ഓഫ് ഫ്ലെയിമിൽ ഇടാം കേട്ടോ. അതവിടെ കിടക്കട്ടെ, വേറൊരു പണിയുണ്ട് ഇതിൻ്റെ ഇടയിൽ. അപ്പം ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ആ തേങ്ങയിലേക്ക് ഞാൻ ആദ്യം തന്നെ 1 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തേക്കണത്. ഇനി ഇതൊന്നും കൈ ഉപയോഗിച്ചിട്ടേ നന്നായിട്ടൊന്ന് ഞെരണ്ടി എടുക്കട്ടെ. അപ്പോൾ അതിന് തേങ്ങാപ്പാൽ കിട്ടും. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇത് മിക്സിയിലിട്ട് അടിച്ചാൽ പോലെയെന്ന്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. തേങ്ങ ഒന്ന് ഉപ്പുമാവിൽ കടിക്കാൻ കിട്ടണം. അപ്പോൾ തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യണത്. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മുടെ അടപ്പത്ത് കിടക്കണം നോക്കണേ കേട്ടോ, അത് കരിഞ്ഞു പോകല്ലേ. അതിൻ്റെ ഇടയിലൊന്നും ഇളക്കിയൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ 3 ഗ്ലാസ് റവയിലാണ് ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കറക്റ്റ് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല തരി പോലെ അതായത് പൊടി പോലത്തെ ഉപ്പുമാവ് കിട്ടും. അല്ലെങ്കിൽ കട്ട പോലത്തെ ഉപ്പുമാവായിരിക്കും ഉണ്ടാക്കാൻ പറ്റണത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 ഗ്ലാസ് വെള്ളമാണ് എടുത്തേക്കണത്. പിന്നെ 1 ഗ്ലാസും കൂടി നമ്മുടെ ആ തേങ്ങാപ്പാലിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ട് വഴണ്ടിയിട്ടിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ മാത്രം ലേശം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എനിക്കിഷ്ടം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുള്ള മഞ്ഞുപ്പുമാവാണ് കേട്ടോ. വെള്ള ഉപ്പുമാവ് മതി എന്നുള്ള ആൾക്കാർക്ക് മഞ്ഞൾപ്പൊടി ചേർക്കേണ്ട ആവശ്യമൊന്നും ഇല്ലാത്ത, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ തിരുമ്മി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പിട്ടപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ഇട്ടുപോയി, എന്താവോന്ന് അറിയില്ല, ഉപ്പ് കൂടുമോയെന്ന് അറിയില്ല, കുറച്ച് വെള്ളവും ആയിപ്പോയി. അങ്ങനെ ഉപ്പൊക്കെ നോക്കിയപ്പോൾ കറക്റ്റായിരുന്നു കേട്ടോ, മതി. ഇനി ഇതൊന്ന് തിളക്കാനായിട്ട് മൂടി വെച്ച് കൊടുക്കണ്ട കേട്ടോ. കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന റവയും കൂടി ചേർത്ത് കൊടുക്കാം. റവ ഇടുമ്പോഴേ ഒരു സ്ഥലത്ത് മാത്രം ഇട്ടിടരുത് കേട്ടോ, കട്ട കെട്ടിപ്പോവും. ഇങ്ങനെ വിതറിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ ഞാൻ ഫുള്ള് റവ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൂട്ടി എടുക്കണം. അപ്പോഴേ ഞാനൊരു കാര്യം പറയട്ടെ, വേറൊന്നല്ല കേട്ടോ. ഉപ്പുമാവ് ഉണ്ടാക്കി കൊടുത്ത് കഴിച്ചിട്ടാ ഒരു ചെറിയ കറിപ്പാത്രത്തിൽ മാത്രം ബാക്കി വന്നിട്ടാ. അപ്പം ഞാൻ ചോദിച്ചു, ഇത് സ്ഥിരമായിട്ട് ഉണ്ടാക്കിയാൽ നിങ്ങളൊക്കെ വാങ്ങിക്കോന്ന് ചോദിച്ചു വന്ന കസ്റ്റമറോട്. അപ്പോൾ പറയണേ, ചേച്ചി ഇതെപ്പോഴും കഴിക്കാൻ പറ്റില്ല, നെഞ്ചരിച്ചിലാണ്. ഒന്നാമത്തെ ഇപ്പം ചൂട് സമയവും കൂടെയാണ്, വെള്ളം കുടിച്ച് മനുഷ്യൻ ചാകും എന്ന് പറഞ്ഞ്. അങ്ങനെ ചോദിക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗോതമ്പ് പുട്ടൊക്കെ സ്ഥിരമായിട്ട് ഉണ്ടാക്കിയാലും തീരാറുണ്ട്.
അപ്പം അതേപോലെ ഇതും തീരുമെന്ന് വിചാരിച്ചിട്ടാണ് ചോദിച്ചത്. ഞാനപ്പോൾ കുറച്ച് സമയമേ ഇതൊന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്നൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇത് ഇപ്പം നിങ്ങളൊന്ന് തുറന്ന് കാണിച്ച്. അതേ നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല എങ്ങനെ പിശർ പോലത്തെ ഉപ്പുമാവാണ്ട്, ഒട്ടും കട്ടയില്ലാതെയാണ് നമുക്ക് ഉപ്പുമാവ് കിട്ടിയേക്കണത്. അപ്പം പറഞ്ഞും പിടിച്ചും വന്നപ്പോഴേ വേറെ ഒന്നുമല്ല കേട്ടോ, ഈ ഉപ്പുമാവ് കഴിച്ചിട്ടുണ്ടെങ്കിൽ മിക്ക ആൾക്കാരും നെഞ്ചരിച്ചിലുണ്ടാവും എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടിട്ട് തന്നെ ഞാൻ ഇന്നലത്തോടു കൂടി ഉപ്പുമാവ് ഉണ്ടാക്കൽ നിർത്തലാക്കിയിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ ഈ ഒരു ഉപ്പുമാവിനെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. കറിയുടെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. പപ്പടം കൂട്ടിയാണ് മിക്ക ആൾക്കാരും കഴിച്ചത്. പിന്നെ ഏത്തപ്പഴം പുഴുങ്ങിയതും കൂട്ടിയും കഴിച്ചിട്ടുണ്ട്, ചെറുപയർ കറിയും കൂട്ടിയും കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലേശം ബാക്കി വന്നത് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഞങ്ങൾ രാത്രി എന്ത് ചെയ്ത് പപ്പടം പൊരിച്ച് ഉപ്പുമാവിൻ്റെ ഒപ്പം കഴിക്കുകയും ചെയ്ത്. ഞങ്ങളല്ല, ഞാൻ മാത്രം. അങ്ങനെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ മറക്കാതെ കൂട്ടുകാരെ. ഇത്ര നേരം വീഡിയോ കണ്ടതിന് ഒരിക്കൽ കൂടി താങ്ക് യു.